ലോകപ്രശസ്ത സംവിധായകനായ ഗാങ്സ്റ്റർ സിനിമകളുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദി ഗോഡ് ഫാദർ, അപ്പോകലിപ്സ് നൗ, ദി കോൺവെർസേഷൻ, ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള പോലെയുള്ള ക്ലാസിക് സിനിമകൾ ലോകത്തിന് മുന്നിൽ സമ്മാനിച്ച ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള മെഗലോപോളിസ് എന്ന തൻ്റെ ഡ്രീം പ്രൊജക്റ്റിന് തുടക്കം കുറിക്കുന്നത് 1979-ലാണ്. 1991 ഈ പ്രൊജക്റ്റ് ഫ്രാൻസിസ് ഫോർഡ് ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നത് 2001-ലാണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് മുൻപുള്ള ന്യൂയോർക്ക് സിറ്റി ആയിരുന്നു ഈ സിനിമയുടെ പ്രധാന സെറ്റ്. അന്ന് അദ്ദേഹം 36 മണിക്കൂറുകളോളം ദൈർഘ്യം വരുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ വിഷ്വലുകൾ ഷൂട്ട് ചെയ്തിരുന്നതുമാണ്. 2001-ലുണ്ടായ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം സിനിമയെയും ഫ്രാൻസിസ് ഫോർഡിനെയും സാരമായി ബാധിക്കുകയും അദ്ദേഹം ഒരു ഡിപ്രസീവ് ഫേസിൽ ആവുകയും അതിനുശേഷം കുറേ അധികം നാൾ ഫ്രാൻസിസ് ഫോർഡ് സിനിമയിൽ നിന്നും വിട്ടുനിന്നു. 2019-ൽ വീണ്ടും ഇതിന് ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഫ്രാൻസിസ് ഫോർഡ് ചിലവാക്കിയ തുക എന്ന് പറയുന്നത് $120 മില്യൺ. 40 വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയ ഈ സിനിമ റിലീസിനെത്തുമ്പോൾ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്.